ഹായ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സെക്കൻഡ് ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ കുഞ്ഞാവയുണ്ട്, അവള് ഭയങ്കര കരഞ്ഞോണ്ടിരിക്കുകയാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കുഞ്ഞാവയുണ്ട് കരയുവാന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടെ കുറച്ചും കൂടെ കരയുക. ഞങ്ങളുടെ കുഞ്ഞ് അങ്ങനെയാ, ഞങ്ങൾ കരയുവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരയും, ചിരിക്കുവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കട്ടകം ചിരിക്കും. വലത്തോട്ട് വിളിച്ച് എടുത്തോട്ട് പോകും. നല്ല അനുസരണമുള്ള മോളാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമായിട്ടല്ല, ഞാനൊരു പ്രൊഡക്റ്റിന്റെ അങ്ങനെ ഒരു കാര്യമല്ല. ഇത് ഓൾറെഡി ഇപ്പൊ എല്ലാവരും തേച്ച് പരകിയ ഒരു സാധനമാണ്. എല്ലാവരും വർഷങ്ങൾ, ഞാനും അന്ന് തൊട്ട് തേക്കുന്ന ഒരാളാണ്. അപ്പം ഇത് തേക്കുമ്പോൾ എനിക്ക് സത്യം ഇത് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത്. എടി ഇങ്ങനെ സാധിച്ചാൽ ഞാൻ നല്ല ടാൻ അടിച്ചു ഒരു രീതി ആയിട്ടുണ്ടായിരുന്നു. വിറ്റാമിൻ ഇ കൊള്ളാൻ പോയതാണ്, അത് വിറ്റാമിൻ ഇ ആവാതെ വേറെന്തോ ഇ ആയി മാറി. അതാണുള്ള മെയിൻ കാര്യം. ഞാൻ രാവിലത്തെ സൺലൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 11 മണി സൺലൈറ്റ് കൊണ്ടയാണ്. ഏതോ ഒരു ബന്ധുവിന് വേണ്ടി 11 മണിക്കൊക്കെ സൺലൈറ്റ് നല്ലതാണ്, അതും വിറ്റാമിൻ ഇയും എയും സിയും എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ നല്ല ടാൻ അടിച്ച്, എനിക്ക് അറിയില്ല ഞാൻ എന്ത് പറയണമെന്ന്, അത്രയും ടാൻ അടിച്ച് വല്ലാണ്ടായിരിക്കുമായിരുന്നു. ആ ടൈമിലാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞത്, ഇങ്ങനെ സാധനം ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല. ഒന്നാമത്തെ ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ലായിരുന്നു, സൺസ്ക്രീൻ തേക്കാറില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഐറ്റമേ തേക്കത്തില്ല നമ്മൾ. പിന്നെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതാണ് കാര്യം. ഒരു പൗഡർ ഇടും, കണ്ണെഴുതും പോവും. കണ്ണെഴുതും എനിക്ക് മസ്റ്റ് കേട്ടോ, അത് എഴുതും പോവും. അല്ലാണ്ട് ഒരു ഐറ്റമും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ സ്കിന്ന് കണ്ടിട്ട് വീട്ടിലാണെങ്കിലും എന്നെ നേരെ പരിചയമുള്ളവരെല്ലാവരും ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, സ്കിന്ന് വല്ലാണ്ടിരിക്കുന്നല്ലോ, ഭയങ്കരമായിട്ട് ടാൻ അടിച്ചു, എൻ്റെ സ്കിൻ ടോൺ അല്ലായിരുന്നു. ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നത്, നീ ഇതേപ്പോൾ ഇന്ന സാധനം മേടിക്കുക, അത് അടിപൊളിയാണെന്നുള്ളത്. ഞാൻ മേടിച്ചപ്പം എനിക്കതിലൊരു ബാഡായിട്ട് ഫീൽ ചെയ്ത്. എൻ്റെ സ്കിൻ ടോൺ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണ്. അതേപോലെ തന്നെ ചില സമയം എനിക്ക് ഓയിലി ആവാറുണ്ട്. അതിന് മസ്റ്റ് ആണോ ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ സ്കിൻ അങ്ങ് ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് എനിക്ക് എന്ത് ഇത് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ചില ഡ്രൈ ആവുന്നുണ്ട്, പക്ഷെ നല്ല പോലെ റിസൾട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഡ്രൈ ആവുന്നെങ്കിലും ഞാൻ എന്ത് ചെയ്യും, കുറച്ച് മോയ്സ്ചറൈസർ തേക്കും. അപ്പം കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ക്ലെൻസർ, ഞാൻ ഉപയോഗിക്കുന്ന ക്ലെൻസറാണ് സെറ്റാഫിൻ്റെ ക്ലെൻസറും വെച്ച് ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആണ് പറയുകയാണെങ്കിൽ. ഇപ്പം സാധനം കാണിച്ചില്ല, സാധനം തീർന്ന് നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല. ആൽ ഗുഡ്നെസ്സിൻ്റെ ഇതൊരു ഉക്തൻ ഫേസ് മാസ്ക് ആട്ടോ, അടിപൊളി സാധനമാണ്. ഞാൻ കാണിച്ചത്, ഇതിപ്പോൾ എൻ്റെ 2-3ാമത്തെ ബോട്ടിൽ എന്തോ കേട്ടോ, കാണിച്ചത് തുറന്നു. ഇതിൻ്റെ അകത്തില്ല, ഈ അറ്റത്ത് നിൽക്കുന്നതിൽ വേണം. എനിക്കിപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ട്, അപ്പം അതിന് പോകുന്നതിന് മുന്നേ ഞാൻ തേച്ച കേട്ടോ. അപ്പം ഇത്രയും സാധനമുണ്ട്. ഇതിങ്ങനെ ഇരുന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടും എൻ്റെ മണം ഭയങ്കര രസമാണ്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ സാധനം തന്നെയാണ്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മുഖം ഒന്ന് കഴുകിയിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത്. വേറെ ഒന്ന് മോയ്സ്ചറൈസർ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. ഞാൻ ഈ ഡ്രൈനെസ് കാണിച്ചിടാൻ വേണ്ടിയാട്ടോ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം നല്ല പോലെ ഡ്രൈ ആവുന്നുണ്ട് ഇപ്പം. ഓക്കെയാണ്. ഇപ്പം എൻ്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, ഒരു ഓയിലി ആൻഡ് ഡ്രൈ സ്കിൻ മിക്സ് ആയിട്ടുള്ള സ്കിന്നാട്ടോ എൻ്റെ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത്, പിന്നെ സെൻസിറ്റീവാണ് എൻ്റെ സ്കിൻ, എന്ത് തേച്ചാലും കുരു വരും. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. എനിക്ക് മേക്കപ്പ് പറ്റില്ല. ഒന്നാമത്തെ കാര്യം പറയാം, എനിക്ക് മേക്കപ്പ് സാധനം തൊടാനേ പറ്റത്തില്ല. തൊടുകയാണെങ്കിൽ തന്നെ പിറ്റേ ദിവസം അതിൻ്റേതായ കുരു വരും. ഞാൻ പിന്നെ തേക്കത്തില്ല എന്ന് പറയത്തില്ല, ഞാൻ തേക്കും ഇടയ്ക്കൊക്കെ. ത്വര തോന്നുമല്ല, അപ്പം ഞാൻ തേക്കാറുണ്ട് ഗൈസ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യുമ്പോൾ ഒരു ത്വര തോന്നിയിട്ട് ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കണോ ഈ ക്യാമറയിൽ നോക്കണോ എന്നൊരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. എവിടെ നോക്കണം എന്നറിയില്ല. നിങ്ങൾക്ക് എന്നെ കോങ്ങണ്ണായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ കോങ്ങണ്ണായിട്ട്. ഞാനിപ്പം ക്യാമറയിൽ നോക്കണോ, എനിക്ക് സെൻട്രൽ പാർട്ടീഷനിൽ നോക്കണമെന്ന് എനിക്കറിയില്ല.
അപ്പം ഞാൻ മെയിൻ ആയിട്ട് ഈ സാധനം ഇപ്പം എടുത്തുകൊണ്ട് വന്നിച്ചാൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് സൺഡേ. അപ്പം അതിന് പോകുന്നതിന് ഇപ്പം അറിയാമല്ലോ നമ്മൾ ഈ അത്യാവശ്യം ഫേഷ്യലും അതും ഇതും ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഈ ഒരു സാധനം തേക്കാം. നാളെ തൊട്ട് ഈ ഫേഷ്യൽ എന്നല്ല, അത്യാവശ്യം ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ തേക്കാമെന്ന് വിചാരിച്ചു. ഈ ഭയങ്കരമായിട്ട് ഓവർ കെയർ ചെയ്ത് പണി വാങ്ങാൻ വയ്യ കല്യാണത്തിൻ്റെ അന്ന്. അത്യാവശ്യം നല്ലപോലെ ഇരിക്കണമെന്നുണ്ട്, അതാണ് മെയിൻ കാര്യം. അപ്പം നോക്കാം, ഞാൻ ഇപ്പോൾ തേച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആർ ഗുഡ്നെസ്സിൻ്റെ, കാണിച്ചു തന്നല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഈ ഇങ്ങനത്തെ സാധനമൊക്കെ തേക്കും. ഇവിടെ സാധനം ഇല്ല, ബഡ്ജറ്റ് ഇച്ചിയാണ്. പൊന്നു പൊന്നു വേണോ? നോ നോ. ഇനി ഇതിനെ എടുത്തോണ്ട് ചെയ്യാനല്ലാതെ ഒരു മാർഗമില്ല. എന്ത് ചെയ്യാനൊക്കെ ഒരു ത്യാഗങ്ങളൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം വെച്ച് കൂട്ടും. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണം. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അങ്ങനെയാണ്, നമ്മൾ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ ഭാവി മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണ്. പിന്നെ ഒരു മോഡ് ഹായ് പറ, ഹായ് ലവ് യു പറ, പറ. താഴെ പോയോ ബോട്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് സാധനം. ഇപ്പം തന്നെ പകുതി ഉണങ്ങി. ചെയ്യാനാ ഇവിടെ കിടന്ന് ബഹളമാണ്, നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്. കഴുത്തിലൊക്കെ തേക്കണമെന്നുണ്ട്, പറ്റില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല. ഇപ്പം ഉണങ്ങട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കഴുകി കാണിച്ചു തരാം കേട്ടോ. ബെറ്ററായിട്ട് കഴുകി കാണിച്ചു തരാം കുറച്ചും കൂടെ. അതുവരെ ഞങ്ങളുടെ പ്രഹസനം നിങ്ങൾ കണ്ടോ? ഡാൻസ് ഒക്കെ കളിക്ക്. എൻ്റെ കുഞ്ഞ് ഞങ്ങൾ പാട്ടിട്ടുതരാം. എൻ്റെ കുഞ്ഞ് ഡാൻസ് കളിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പാട്ട് കേട്ടെ. അല്ലാതെ എൻ്റെ കുഞ്ഞ് സംസാരിക്കല് കേട്ടോ, വലിയ കൈ കഴിഞ്ഞിട്ട് അപ്പം പോയി കഴുകിട്ട് വരാം. ഇത് എത്ര മണിക്കൂർ വെച്ചാലും നല്ല കേട്ടോ, നോക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ ഫേസ്, കണ്ടോ? നല്ല മാറ്റമുണ്ട്. ഇത് നമുക്കത് തേച്ചിട്ട് നമുക്ക് വരുമ്പോഴേ ഉണ്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയത്തുള്ളൂ. സ്കിന്ന് നല്ല, പക്ഷേ കണ്ടോ ഭയങ്കരമായിട്ടും ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. വൈറ്റ് ഹെഡ്സ് ഒക്കെ കണ്ടോ? ഇതുണ്ടോ? കണ്ടോ വൈറ്റ് ഹെഡ്സ് ഒക്കെ ചില നല്ല ഡ്രൈ ആയിട്ട് വരും. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡ്രൈ ആണെങ്കിലും സംഭവം വർക്കാണ്. മെയിനായിട്ടുള്ള സംഭവം വർക്കാണ്. അപ്പോൾ മോയ്സ്ചറൈസർ തേച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ മോയ്സ്ചറൈസർ തേക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.